രമേശ് ചെന്നിത്തലയെ കാണാൻ വി ഡി സതീശൻ പോകും. 12:15 വഴുതക്കാട്ടെ വസതിയിൽ വി ഡി സതീശൻ എത്തും. ഇപ്പോൾ അടൂർ പ്രകാശിനെ കണ്ട ശേഷം അവിടേക്ക് മടങ്ങുമെന്നുള്ളതാണ്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ എല്ലാ നേതാക്കളെയും, മുതിർന്ന നേതാക്കളെയും എല്ലാം കാണുന്നു. എതിരഭിപ്രായമുള്ള മറുചേരിയിലുണ്ടായിരുന്ന നേതാക്കളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ടീം UDF ആയി ഭരിക്കണമെന്നാണ് വി ഡി സതീശൻ ആഗ്രഹിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇടഞ്ഞു മാറി നിൽക്കുകയാണ്. അദ്ദേഹം വീട്ടിലെത്തിയോ റോഷിപാൽ? സ്മൃതി, അല്പസമയത്തിന് ഏതാണ്ട് 12:15 പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ രമേശ് ചെന്നിത്തലയെ വി ഡി സതീശന് കാണുമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ രമേശ് ചെന്നിത്തല വളരെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. വി ഡി സതീശൻ എത്തുമെന്ന സൂചന കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതെന്ന് അടക്കമുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഏതായാലും രമേശ് ചെന്നിത്തല വീട്ടിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും എന്ന സൂചനയാണ്. ഏതായാലും ആ കൂടിക്കാഴ്ചയോടെ മഞ്ഞുരുകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് വൃത്തങ്ങളിലുള്ളത്. കാരണം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ഒരുമിച്ച് പോകണം എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ പരസ്യമായി ഒരു അമർഷം പ്രകടിപ്പിക്കുന്നുമില്ല. അതാണ് കോൺഗ്രസിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും. ഒരു ഘട്ടത്തിലും അമർഷം പ്രകടിപ്പിക്കാത്ത ഒരു നേതാവിനോട് കാർക്കശ്യമായി ഒന്നും പറയാനും പറ്റില്ല. അദ്ദേഹമാണെങ്കിൽ വഴങ്ങുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ച. കോൺഗ്രസ് ഹൈക്കമാൻഡും വി ഡി സതീശനോട് എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് വി ഡി സതീശന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ശ്രമം. കെ സി വേണുഗോപാൽ ഉച്ചതിരിഞ്ഞ് എത്തുന്നുണ്ട്. അനുനയ നീക്കം അതോടുകൂടി കൂടുതൽ ശക്തമാകും. ആഭ്യന്തര വകുപ്പ് നൽകണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തല പക്ഷം സജീവമാക്കിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. രമേശ് ചെന്നിത്തല ഇപ്പോഴും മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. വി ഡി സതീശന് പുറത്തുനിന്നും എല്ലാ പിന്തുണയും നൽകാം, എല്ലാ ഉപദേശങ്ങളും നൽകാം എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഇടയ്ക്ക് രാഹുൽ ഗാന്ധിയോട് രാജിവെക്കുമെന്ന് അടക്കമുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ജോസഫ് വാഴക്കനും ഒപ്പം അൻവർ സാദത്ത് അടക്കമുള്ള രമേശ് ചെന്നിത്തല അനുകൂലികൾ കണ്ടോൺമെന്റ് ഹൌസിൽ വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയത്. വി ഡി സതീശനും ഈ അനുനയ നീക്കത്തിന് വലിയ താല്പര്യവും കൂടിക്കാഴ്ചയ്ക്ക് സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. അതാണ് എല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വേണം ഭരിക്കാൻ, അല്ലെങ്കിൽ ഭരണത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. ആ പ്രതിസന്ധി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടക്കത്തിലേ വി ഡി സതീശൻ നടത്തുകയാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനെ കണ്ടല്ലോ റോഷിപാൽ. അപ്പോൾ മറുചേരിയിലുണ്ടായിരുന്ന നേതാക്കളെയൊക്കെ കാണുക എന്നതും പ്രധാനമാണ്. ഇന്നലെ മുതിർന്ന നേതാക്കളെ മുഴുവൻ കണ്ടു. ഇന്നിപ്പോൾ അടൂർ പ്രകാശിനെ കണ്ടിരിക്കുന്നു. ഇനി ജി കാർത്തികേയന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടിരിക്കുന്നു. അടുത്തത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ കാണുന്നു, പ്രതിപക്ഷ നേതാവിനെ പിണറായി വിജയനെ കാണുന്നു. അതിനുശേഷം രമേശ് ചെന്നിത്തല വീട്ടിലേക്ക് എത്തും. രമേശ് ചെന്നിത്തല ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും ഇന്നലത്തെ യോഗത്തിൽ നിന്ന് മാറി നിന്നുവെങ്കിലും തന്റെ പിന്തുണ കത്ത് നൽകിയ ശേഷമാണ് അദ്ദേഹം ഇന്നലെ മാറി നിന്നത് എന്നുള്ളതാണ്. അപ്പോൾ അന്വയത്തിനുള്ള സാധ്യത മുന്നിൽ കാണുന്നു അല്ലേ? കാരണം രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിലും പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടില്ല, പരസ്യമായി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വി ഡി സതീശന് ആത്മവിശ്വാസം നൽകുന്നത്, കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ആത്മവിശ്വാസം നൽകുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് അമർഷവും അതൃപ്തിയും ഉണ്ടെങ്കിലും അത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തൽക്കാലം പ്രതികരിക്കാതെ മനസ്സ് തുറക്കാതെ മാറി നിൽക്കുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ പൊതുരീതി. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ടാൽ മഞ്ഞുരുകുമെന്ന ആത്മവിശ്വാസം വി ഡി സതീശനുണ്ട്. ഒന്ന്, വി ഡി സതീശൻ ദീർഘകാലം രമേശ് ചെന്നിത്തലക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി രമേശ് ചെന്നിത്തല അനുനയിപ്പിച്ച് ഒപ്പം നിർത്തും. കാരണം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ നയിക്കുന്ന ആ ടീമിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ നയിക്കുന്ന ഈ സർക്കാരിൽ ഒരു പ്രധാനപ്പെട്ട ചുമതല നൽകി ഒപ്പം ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഒരു നിർദ്ദേശം കൂടി ഈ കാര്യത്തിൽ വി ഡി സതീശന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് വി ഡി സതീശന് നൽകിയത്. കാരണം ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷമാണ് UDF 102 സീറ്റാണ്. അത്രയും വലിയൊരു ഭൂരിപക്ഷം ലഭിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രതീക്ഷ കത്ത് ഉയരുന്ന തരത്തിലായിരിക്കണം സർക്കാരിന് മുന്നോട്ട് പോക്ക്. ഒരു തരത്തിലും ഭിന്നത ഉണ്ടാകാൻ പാടില്ല. ഭിന്നത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭരണത്തെ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ നൽകിയിട്ടുണ്ട്. അത് മുതിർന്ന നേതാക്കൾക്കൊക്കെ അങ്ങനെ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ സ്വമേധയായി ഇടപെട്ട് അത് പരിഹരിക്കാൻ നേതാക്കൾ തയ്യാറാകണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ കൂടിക്കാഴ്ചക്കിടയിൽ രാഹുൽ ഗാന്ധി തന്നെ മുൻ KPC അധ്യക്ഷന്മാർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കുക. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവർ പ്രതികരിക്കുന്നത്. രമേശ് ചെന്നിത്തല കൂടി മന്ത്രിസഭയിൽ ഉണ്ടാകണം. രമേശ് ചെന്നിത്തല പുറത്തു നിന്നാൽ അത് വലിയ ബാധ്യതയായി പിന്നീട് മാറിയേക്കാം. കാരണം രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരൊക്കെ അവരുടെ അമർഷവും അതൃപ്തിയും ഒക്കെ പരസ്യമായി പ്രകടിപ്പിക്കുകയും അത് തർക്കവും ഭരണം കൃത്യമായി മുന്നോട്ട് പോകാൻ അത് വലിയ ബുദ്ധിമുട്ടായി മാറുകയൊക്കെ ചെയ്യും. നേരെ മറിച്ച് രമേശ് ചെന്നിത്തല കൂടി ഉൾപ്പെടുന്ന മന്ത്രിസഭയാണെങ്കിൽ അത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ട്. ഏതായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരത്തോടെ പരിഹരിക്കപ്പെടുമെന്ന
പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് നേതൃത്വമുള്ളത്. കാരണം ഇന്ന് 4 മണിക്ക് UDF നേതൃയോഗമുണ്ട്. ആ നേതൃയോഗത്തിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ തന്നെ കഴിയുമെന്ന് KPC അധ്യക്ഷനും ഒപ്പം VD സതീശനും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് 12-15 വഴുതക്കാട് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നടക്കുന്ന ആ കൂടിക്കാഴ്ചക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവർ വലിയ സുഹൃത്തുക്കൾ കൂടിയാണ് സ്മൃതി. അതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ച വൈകാരികമാകാനുള്ള സാധ്യത കൂടിയുണ്ട്. രമേശ് ചെന്നിത്തല വിഭാഗത്തിലായിരുന്നല്ലോ, ചെന്നിത്തല വിഭാഗത്തിലായിരുന്നു ആദ്യം VD സതീശൻ എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ മുതിർന്ന നേതാക്കളാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് സീനിയോറിറ്റി എന്ന വാദം രമേശ് ചെന്നിത്തല ഉന്നയിക്കുകയും ആയിരുന്നു. നമുക്കറിയാം അത് മഞ്ഞുരുകുന്ന സാധ്യത തന്നെ നമ്മൾ മുന്നിൽ കാണുന്നത്. രമേശ് ചെന്നിത്തല കടുംപിടുത്തം പിടിക്കില്ല എന്ന് തന്നെയാണ് VD സതീശന്റെയും പ്രതീക്ഷ. മന്ത്രിസഭയിലേക്ക് അദ്ദേഹം വരും, അനുനയത്തിന് വഴങ്ങും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അല്പസമയത്തിനകം ആ കൂടിക്കാഴ്ച നടക്കുമ്പോൾ വീണ്ടും ആ വാർത്തയിലേക്ക് വരാം ഋഷിപാൽ.